സീസൺസ് ഏതാണെങ്കിലും കറന്റ് ട്രെൻഡ്സ് ഏതാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്ന കുറച്ച് ആക്സസറീസ് ഉണ്ട്. ഈ പറയുന്ന ആക്സസറീസ് ആസ് എ മാൻ നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ജെന്റിൽമാൻ എന്ന സെൻസിൽ, ആസ് എ മാൻ എന്ന സെൻസിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ബോയ്സിൻ്റെ ഇത് കാണാൻ ചാൻസ് ഇല്ല. പക്ഷേ വെൽ പുട്ട് ടുഗെദർ ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ, ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന നിലയ്ക്ക് ഈ പറയുന്ന ആക്സസറീസ് നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. നോ മാറ്റർ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ഉണ്ടായിരിക്കുന്നത് നല്ലൊരു ട്രേറ്റ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ മസ്റ്റ് ഹാവ് ആക്സസറീസ് ഫോർ ഓൾ മെൻ. ഇതിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കൂടുതലും ഞാൻ പറയുന്നത്. എൻ്റെ കയ്യിലുള്ളതും കൂടിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇഷ്ടം. സോ ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ തുടങ്ങാം. ഫസ്റ്റ് ആക്സസറി ആണ് ഒരു വാച്ച്. മാൻഡേറ്ററി ആയിട്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ നോർമലി പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഒന്നെങ്കിലും മെറ്റൽ വാച്ച് അല്ലെങ്കിൽ ലെതർ വാച്ച് കാണും. ഇല്ല കാഷ്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഉറപ്പായിട്ട് ഒരു സ്മാർട്ട് വാച്ച് എങ്കിലും ഉണ്ടായിരിക്കും. ഇനി ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? പ്ലാസ്റ്റിക് ഉണ്ട്, റബ്ബർ ഉണ്ട്, മെറ്റൽ, പിന്നെ ലെതർ, അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽസ് ഒരുപാടുണ്ട്. കൂടുതലും പേഴ്സണലി ആസ് എ മാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ലെതർ അല്ലെങ്കിൽ മെറ്റൽ ആണ്. ഇത് രണ്ടുമാണ് എൻ്റെ ഗോ ടു ഓപ്ഷൻസ്. പേഴ്സണലി ഉള്ള കാര്യമാണ് പറയുന്നത്. ഇനി വാച്ചസ് മേടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നോക്കണം. നിങ്ങളുടെ കൈയുടെ വിഡ്ത്ത് അനുസരിച്ച് ഡയലിൻ്റെ സൈസും കൂടെ നിങ്ങൾ കറക്റ്റ് രീതിയിലുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇല്ല ഓവർ സൈസ്ഡ് ആണ് അല്ലെങ്കിൽ ഭയങ്കര സ്മോൾ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റിസ്റ്റ് ചെറുതായിട്ടോ അല്ലെങ്കിൽ റിസ്റ്റ് ഭയങ്കര വലുതായിട്ടോ ഒക്കെ ആണെങ്കിൽ അത് വെച്ചുകൂടെ ഒരു ക്ലാസി സെൻസിൽ നോക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു വാച്ച് എനിക്ക് 3 ദിവസം മുമ്പ് കിട്ടിയൊരു വാച്ചാണ്. ആൻഡ് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇന്ത്യയിൽ സ്റ്റോക്കേ ഇല്ല. ഞാൻ ഇത് മേടിക്കാനായിട്ട് പോയി ഒരു 5-6 മാസമായിട്ട് കിടന്ന് കറങ്ങിയിട്ടും കിട്ടാത്ത സാധനമാണ്. ഒക്ടോബർ നവംബറിലാണ്ട് ഇറങ്ങി ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ സാധനം ഈ ഒരു ഡയൽ കളർ സ്റ്റോക്ക് ഔട്ട് ആയി. ഇതും നല്ലൊരു ഓപ്ഷനാണ്. കാഷ്വൽ പല ഓപ്ഷൻസും അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ സൺഗ്ലാസസ് അധികം ധരിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എന്നാലും എൻ്റെ ഒരു 3-4 ഉണ്ട്. ഒരു 3-4 വർഷത്തിന് മുമ്പ് എനിക്കൊരു പ്രൊമോഷന് വേണ്ടി വന്നതിന് അത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സെപ്പറേറ്റ് സൺഗ്ലാസസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ സൺഗ്ലാസസ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. കാരണം വെയിൽ കാരണം ബൈക്കിൽ പോകുമ്പോൾ ഓഫീസിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കാറിലൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സൺഗ്ലാസസ് എടുത്ത് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല കംഫർട്ടബിൾ ആണ്. ആ ഒരു കണ്ണിനൊരു കൂളിംഗ് എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ വിസിബിൾ ആയിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല കംഫർട്ടബിൾ ഒരു സ്റ്റൈലിഷ് ആക്സസറി ആണ്. എന്നാൽ ഒരു ഹാൻഡി ആയിട്ടുള്ള നല്ലൊരു ആക്സസറി ആണ്. ഒരുപാട് സൺ എക്സ്പോഷർ ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അവിടെ റിങ്കിൾസ് ഒക്കെ വരാനും അല്ലെങ്കിൽ ഏജ്ഡ് ആയ പോലെ തോന്നാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സൺഗ്ലാസസ് ഇടുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം ഇത് ഒഴിവാക്കും. സൺഗ്ലാസസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ് ഷേപ്പിനനുസരിച്ചുള്ള സൺഗ്ലാസസ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ലുക്ക് സ്പോയിൽ ചെയ്യാനും ചാൻസ് കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് ആണ്. ഒരു സ്റ്റൈലിംഗ് പീസ് ആണ് ചെയിൻസും റിങ്സും. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ചെയിൻസ്, റിങ്സ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് ചൂസ് ചെയ്യുക. ഒരിടയ്ക്ക് ഞാനും നെക്ലസസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള നെക്ലസാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ റിങ്സ് പോലും ഇപ്പോഴും യൂസ് ചെയ്യും. സിൽവർ ആണ് എനിക്ക് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ജ്വല്ലറീസ് രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ഇത് 3 നിങ്ങളുടെ സേഫസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, മിനിമലിസ്റ്റിക് ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യുക. ഭയങ്കര ബൾക്കായിട്ട് ചങ്ങലാണെങ്കിൽ ചെയിൻ കണക്കിരിക്കുന്ന വലിയ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കാതെ നിങ്ങളുടെ ലുക്സ് കംപ്ലീറ്റ്ലി സ്പോയിൽ ചെയ്യും. ഇപ്പോഴെന്ന് പറയുമ്പോൾ ഒരു മിനിമലിസ്റ്റിക്, ഒരു സഡിൽ ആയിട്ടുള്ള രീതിയിലുള്ള ട്രെൻഡ്സ് അല്ലെങ്കിൽ ഫാഷൻ പീസസ് ആണ് കൂടുതൽ വരുന്നത്. അതിൻ്റെ കൂടെയൊക്കെ ചൂസ് ചെയ്യും കുറച്ചുകൂടെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ചെയിൻസ്, റിങ്സ് ഒക്കെയാണ് നല്ലത്. അടുത്തത് ഒരു വാളറ്റ് ആണ്. വാളറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള സാധാ രീതിയിലുള്ള ഭയങ്കര ബൾക്കി ആയിട്ടുള്ള രീതിയിലുള്ള പേഴ്സുകളെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരിടയ്ക്ക് അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് പൈസ കുത്തിക്കയറ്റിയും കാർഡും അതും ഇതൊക്കെ കുത്തിക്കയറ്റി വയ്ക്കുമ്പോൾ അത് ഭയങ്കര ബൾക്കായിട്ടും സൈസുകളാണെന്ന് തോന്നുന്നു. നമ്മൾ ബാക്കിൻ്റെ പോക്കറ്റിലായിരിക്കും കൂടുതൽ നേരം വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം തെള്ളി നിൽക്കും. ആൻഡ് അതും വെച്ചുകൊണ്ട് ഇരിക്കുമ്പോഴും ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങളുടെ സ്പൈനിന് ഡാമേജ് വരാനും ചാൻസ് കൂടുതലാണ് ലോങ് ടേമിൽ. അതുകൊണ്ട് തന്നെ കുറച്ചധികം നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതൊരെണ്ണം. ഇതിൽ കാർഡ്സ് ആണ് കൂടുതലും വെക്കാൻ പറ്റുന്നത്. ഇപ്പം ഗൂഗിൾ പേ ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് കാർഡ്സ് ആണ് കൂടുതലും വെക്കുന്നത്. പിന്നെ ഫോണിൽ ഗൂഗിൾ പേ ഉണ്ട്. ഇനി പൈസ വെക്കണമെന്നുണ്ടെങ്കിൽ 2 കൊച്ചു ഡ്രോസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് 500, 100, 200 നോട്ടൊക്കെ വെക്കാം. നല്ലതാണ്. നല്ല രീതിയിൽ ഒതുങ്ങി ഇരുന്നോളൂ. ഇപ്പം ഫോണും പിടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഫോണിൻ്റെ കൂടെ തന്നെ വെക്കാം. ഒരു ക്ലാസ്സിൽ ലുക്കാണ്. ഇനി പോക്കറ്റിൽ വെക്കാം. ഭയങ്കരമായിട്ട് തെളിയൊന്നും നിൽക്കത്തില്ല. അതിന് അത്യാവശ്യം ചെറുതായിട്ടുള്ള സാധനമായതുകൊണ്ട് നല്ലതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മേടിച്ചിട്ട് ഒരുപാട് 2 വർഷത്തോളം ആയിട്ടുണ്ട്. അതിൻ്റെ മേലുള്ള പെയിൻറ്റ് അത് സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഇതിൻ്റെ വേറെ കളേഴ്സും പലതും അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ടാഗും ചെയ്തിട്ടുണ്ടാകും. നെക്സ്റ്റ് ആക്സസറി ആണ് ഒരു സൈഡ് ബാഗ്. ഇത് ഭയങ്കര ഫാഷനബിൾ രീതിയിലുള്ള ഒരു സൈഡ് ബാഗ് അല്ല, എന്നാൽ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു സാധനമാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു ഒലിവ് ഗ്രീൻ കളർ രീതിയിലുള്ള സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു സാധനം. മേ ബി ചിലപ്പോൾ ബിസിനസ്സിന് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഫണ്ടോ അല്ലെങ്കിൽ പേപ്പേഴ്സോ ബാങ്ക് ചിലപ്പോൾ പാസ്ബുക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുപാട് കൊണ്ടുപോകണം വരുമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ പോക്കറ്റ് കുത്തി കയറ്റി വയ്ക്കാൻ പറ്റത്തില്ല. ബൈക്കിലും കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനത്തെ കേസുകളിൽ ഞാൻ ഈ ബാഗ് യൂസ് ചെയ്യാറുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. അറൗണ്ട് 700 to 800 റുപ്പീസേ ഉള്ളൂ. നല്ല ക്വാളിറ്റി വൈസ് ഉള്ള സാധനമാണ്. നല്ല സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്. അടുത്തതൊരു സിഗ്നേച്ചർ പെർഫ്യൂമാണ്. ഇത് എല്ലാ ആണുങ്ങൾക്കും മാൻഡേറ്ററി ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു സാധനമാണ്. ചില ചെക്കന്മാർ രാവിലെ കുളിച്ച് ഇറങ്ങി സോപ്പൊക്കെ എടുത്ത് കുളിച്ച് ഇറങ്ങി പോകും. അതേ ഉള്ള കഴിഞ്ഞു.
പക്ഷേ നല്ല രീതിയിൽ സ്മെല്ല് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ അവർക്ക് അറിയത്തില്ല. സ്പെഷ്യലി ഭയങ്കരമായിട്ട് ചൂടും വിയർക്കുന്നൊക്കെ സമയത്ത് ഒരു പെർഫ്യൂം മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ ഡിയോഡ്രൻറ്റും കൂടി യൂസ് ചെയ്യണം. നല്ലൊരു ക്വാളിറ്റി പെർഫ്യൂമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ചോയ്സ് ആണ്. ഇഫ് നിങ്ങൾക്ക് നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആൾക്കാരോട് നല്ല രീതിയിൽ ഇടപെടണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല രീതിയിൽ സ്മെല്ല് ചെയ്യുമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ നിങ്ങളോട് ഇടപെടാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഒരു പെർഫ്യൂമിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആൻഡ് ഫൈനലി ഒരു 3 മാസം മുമ്പ് ഞാൻ മേടിച്ച ഒരു ഐറ്റമാണ്. ഇത് ആക്സസറി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഒരു EDC ട്രേ, അതായത് എവറി ഡേ ക്യാരി ട്രേ. നിങ്ങൾ എല്ലാ ദിവസവും കൊണ്ടുപോകുന്ന സാധനങ്ങൾ ആ ഒരു ട്രേക്കകത്ത് ഇട്ട് തരാൻ നിങ്ങൾക്ക് എന്നും തിരിച്ച് വരുമ്പോഴത്തേക്ക് അവിടെ അതിനകത്ത് കൊണ്ടുവയ്ക്കാം. പുറത്ത് പോവുകയാണെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ആക്സസറീസും ഒരുമിച്ച് ഒരു സ്പേസിൽ നിങ്ങൾക്ക് കാണും. 700-800 റേഞ്ചിൽ ഞാൻ മേടിച്ച ഒരു സാധനമാണ്. ആൻഡ് ഐ തിങ്ക് വർത്ത് ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ ക്വാളിറ്റി വൈസ് ആണെങ്കിൽ നല്ലതാണ്. എൻ്റെ ഓഫീസിലാണ് ഈ ഒരു സാധനം ഇരിക്കുന്നത്. എപ്പോഴും ഞാൻ ഓഫീസിൽ വന്ന ഉടനെ എൻ്റെ കീസും വാളറ്റും എല്ലാം അതിനകത്ത് തന്നെയാണ് വെച്ചത്. അതാകുമ്പോൾ എനിക്ക് പോകുമ്പോൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാം. എവിടെ വെച്ചേക്കുന്ന അത്യാവശ്യമായിട്ട് പെട്ടെന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ എനിക്കറിയാം എല്ലാം എവിടെ ഇരിക്കുന്നതെന്ന്. സോ ഈ ഒരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ വീട്ടിലാണെങ്കിൽ പോലും വീട്ടിലൊരു ടേബിളിൻ്റെ മുകളിൽ അങ്ങ് വെച്ചിരുന്നാൽ മതി. സോ EDC ട്രേ ഉണ്ടായിരിക്കും നിങ്ങൾ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയും ആക്സസറീസ് ആണ് മസ്റ്റായിട്ട് എല്ലാ ആണുങ്ങളുടെ കയ്യിലും ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും ഇത് മേടിച്ചേ പറ്റൂ എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ഒപ്പീനിയൻസും കൂടെ നോക്കിയിട്ടാണ് എൻ്റെ പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും കീപ്പ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എല്ലാത്തിലും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. So the video യൂസ്ഫുൾ ആണെന്ന് യൂസ്ഫുൾ ആയിട്ട് make sure to like and subscribe. അടുത്ത വീഡിയോ പിന്നെ കാണാം.